ചേച്ചിയോ ചേട്ടനോ എല്ലാ കുടുംബത്തിലും ഉണ്ടാകും അല്ലേ? നേരത്തെ കല്യാണമൊക്കെ കഴിച്ച കുടുംബമായവർ ഭയങ്കര ഉപദേശമായിരിക്കും ഇവർ. ഓ ഇല്ല മോനെ ഇല്ല, കരയില്ലേ 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 കരയില്ലേ. ആ എല്ലാവരും ഉണ്ടല്ലോ, സുഖായിരിക്കുന്ന. ആ സുഖായിരിക്കുന്ന ചേച്ചി. ചേട്ടൻ വന്നില്ലേ? ആ ചേട്ടൻ വരുന്നുണ്ട്. ചേച്ചി ആകെ മാറിപ്പോയിട്ടോ, വണ്ണമൊക്കെ വെച്ച് ആകെ മാറിപ്പോയില്ലേ, വണ്ണമൊക്കെ വെച്ച്. എൻ്റെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളൊക്കെ വല്ല വ്യത്യാസമാണ് കേട്ടോ എല്ലാവർക്കും. വെക്കേഷൻ അല്ലെങ്കിൽ കല്യാണത്തിന് ഒരു വെക്കേഷൻ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നതല്ലേ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല വ്യത്യാസം വന്നു കേട്ടോ. എല്ലാവരും നല്ലോണം പഠിക്കണം കേട്ടോ. കളിച്ചിരിച്ച് നടക്കണമൊക്കെ ഓക്കെ, എല്ലാവരും പഠിച്ച് എല്ലാവരും ജോലിയൊക്കെ മേടിക്കണം. അല്ലെങ്കിൽ ഇതേ ചേച്ചിയുടെ കൂട്ട് കൊച്ചിനെ നോക്കി വീട്ടിലെ പണി ചെയ്ത് നടക്കേണ്ടി വരും. ആ അമ്മായിടെ വരുന്നു. ആ മക്കളെ അപ്പം പിന്നെ കാണാൻ കേട്ടോ. ഓ ഇല്ല മോനെ കരയിൽ. എല്ലാ കുടുംബത്തിലും ഉണ്ടാകുമെന്നറിയില്ല, എന്നാലും ഭൂരിഭാഗം കുടുംബങ്ങളിലും ഇങ്ങനെ ഒരാളുണ്ടാവും, കുറേ ലൈനുകളുമായി നടക്കുന്ന ഒരാൾ. എടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഒന്ന് മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ കല്യാണം ഉറപ്പിച്ചു. ഞാൻ നിൻ്റെ കാര്യം ആവുന്നിടത്തോളം ഇവിടെ വീട്ടുകാരോട് പറഞ്ഞു. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ മരിക്കണം. നിനക്കിനി അതാണോ കാണണ്ടേ? നീ എന്നോട് ക്ഷമിക്കും, പറയുന്നേക്ക്. നമുക്ക് പിരിയാം. നീ എന്നെ മറക്കണം. നമുക്ക് നല്ലതേ വരും. നീ എന്നെ വിളിക്കരുത്. ബ്ലോക്ക് ചെയ്തേക്കാം. എന്തുവാ ആടി, എന്താ അഭിനയ? അതൊന്നും പറയാണ്ടിരിക്കണേ. ഞാൻ എടി നിന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരുത്തൻ്റെ കാര്യം, രാജേഷ് ആയിരുന്നാട്ട്. അതന്നെ എടി, അവന് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. സംഭവം ഇത്രയും കാലം നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് ജോലി പോയി. ഇപ്പോൾ ഇനി അതിന് അവനെ കൊണ്ട് നടക്കുന്നത് വേറെ നല്ല ഇറക്കുമ്പോൾ കിട്ടില്ലേ. മാത്രമല്ല കോളേജിലാണ് ഒരു ചെറുക്കനെ സെറ്റായിട്ടുണ്ട്, നല്ല കാശുള്ള വീട്ടിലാണ്. അപ്പം പിന്നെ ഇതിനങ്ങ് ഒഴിവാക്കി അതിൻ്റെ പുറകെ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തൊരു തേപ്പാടി. പിന്നെ നീയൊക്കെ ഇതിന് തേപ്പെന്ന് പറയാം. എൻ്റെ പൊന്നു മോളെ, ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇങ്ങനത്തെ ലൈഫൊക്കെ പറ്റുള്ളൂ. നിൻ്റെ കൂട്ട് ആത്മാർത്ഥ പ്രണയം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നന്നാവില്ല മോളെ. അതേക്കുറിച്ച് അധികം ഒന്നും പറയേണ്ടി വരില്ല, കാരണം എല്ലാവർക്കും ഇങ്ങനൊരു കസിൻ ഉണ്ടാവും. എല്ലാം എന്താ പറയുന്നത്, സുഖായിരിക്കുന്നു. എടാ ഞാൻ പുതിയ ഫോൺ എടുത്തു. നോക്കട്ടെ. നോക്കി നോക്ക്. 54,000 രൂപയാ. അതിന് ഞങ്ങൾ പൈസ ചോദിച്ചില്ലല്ലോ. പറഞ്ഞതാ. എല്ലാവരും ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു കേട്ടോ. ഈ ചുരിദാർ എവിടെ നിന്ന് എടുത്തേ? ഒട്ടും ക്വാളിറ്റി ഇല്ല കേട്ടോ. ബ്രാൻഡഡ് അല്ല അല്ലേ? എടാ ഇത് നോക്കിയടാ, ഇത് ബ്രാൻഡഡ് ഐറ്റമാണ്. ഞാൻ ഇന്നലെ ഞാനും പപ്പയും മമ്മിയും കൂടെ മോളിൽ പോയപ്പോൾ എടുത്തതാ. ഇങ്ങനെ കള്ളല്ലേ? എന്ത് പറ്റി ഇത്ര ലേറ്റ് ആയേ? അതൊന്നും പറയാണ്ടിരിക്കുന്നതല്ല എൻ്റെ പൊന്നു മോളെ നല്ലത്. എടാ നിനക്കറിയാമല്ലോ, ഞാനിവിടുത്തെ ഫേമസ് കോളേജിൽ തന്നെയല്ലേ പഠിക്കുന്നത്. എടാ എത്ര പേരാന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുന്നിരിക്കുകയാണെങ്കിൽ വേല ഒരു 3-4 പേര് ഓരോ ദിവസം രാവിലെ വീടിൻ്റെ മുന്നേ തൊട്ട് അങ്ങ് നടക്കുക. എടാ എന്താ ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ കോളേജിൽ വെച്ച് ക്യാൻറ്റീനിൽ പോയായിരുന്നു കേട്ടോ. ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനെൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മീൻസ് അവൻ കുറേ നാളെ അതിൻ്റെ പുറകെ എടുക്കും. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ കൺട്രി പീപ്പിൾസിലൊന്നും നോക്കാറ് പോലും ഇല്ല. അപ്പോൾ അവൻ വന്നിങ്ങനെ നിന്നു, ഫ്രണ്ടിൽ വന്നു. അവൻ്റെ കൂടെ എത്ര പേര്? 10 പേര്. അവൻ ഫ്രണ്ടിലും ബാക്കി 10 പേര് ബാക്കിലും. എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി പോടാർന്നിട്ട് ഞാനിങ്ങനെ നടന്നു. അവനപ്പോൾ എൻ്റെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചിട്ട് ഞാൻ വിടുമോ? ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഒരെണ്ണം കൊടുത്ത് ആ 10 എണ്ണത്തിന് അങ്ങ് ഇടിച്ചിട്ടു. പിന്നല്ല, പിന്നെ അവർക്ക് എന്തൊക്കെ പറ്റുന്നൊക്കെ കേട്ടു. കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു. എനിക്ക് ആ സമയത്ത് ഞാൻ പിന്നെ ഈ മറ്റേ കരളി എന്താണൊക്കെ പഠിച്ചിട്ടുള്ളല്ലോ ചെറുപ്പത്തിൽ. അതിൻ്റെയൊക്കെ പല നമ്മുടെ പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്ന ആരോഗ്യം നമുക്കില്ലയോ. അപ്പോൾ ഞാനൊന്ന് വെച്ച് കയറി ആമാരെ ഹോസ്പിറ്റലാണ്. പിന്നെ അതിൻ്റെ കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ നേരത്തെ ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങി. രാവിലെ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. നിങ്ങളൊക്കെ കഴിച്ചില്ല? എന്താ കഴിച്ചത്? ഞാൻ രാവിലെ പുട്ടും പഴമായിരുന്നു കഴിച്ചത്. തോന്നിയായിരുന്നു ഇത്ര നേരത്തെ വർത്താനം കേട്ടപ്പോഴേ. താൻ തോന്നി. പഠിപ്പിലും മറ്റു കാര്യങ്ങളിലൊന്നും മുൻപന്തിയിലല്ലെങ്കിലും ഒരാവശ്യത്തിന് ഇവരെ കാണും. എടാ ഒറ്റ വലി കടിച്ചോ. എടാ വോഡ്ക മിക്സിങ് ആടാ. അമ്മമ്മ മക്കളെ ഈ രണ്ടുപേരോടെ കുടിക്കുന്ന വെള്ളമാണ് പച്ചവെള്ളമാണ്. പച്ചവെള്ളം നോക്കട്ടെ. സത്യം നോക്ക്. എന്നതാ മോനെ നിന്റെ ഈ കോലം? എന്നതാ ഈ കാണുന്ന? വീട്ടിലില്ലായിരുന്നോ? ഞാൻ ഇന്ന് രാവിലെ എത്തിയുള്ളൂ. എവിടെ പോയേക്കുമായിരുന്നു നീ? ഗോവയിലായിരുന്നു. ഒറ്റയ്ക്കാണോന്ന് ചോദിച്ചാ അതെന്റെ മസാല പൊന്നു മോനെ, നീ ഇങ്ങനെ നടന്നാ പറ്റുകയല്ല. എന്തോ ഒരു പരീക്ഷയാ നീ തോറ്റേക്ക്. പരീക്ഷയൊക്കെ പാസ്സാവണ്ടേ? ജോലി മേടിക്കണ്ടേ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നിന്റെ പ്രായത്തിലുള്ളവരല്ലേ ഇവരൊക്കെ? അവരൊക്കെ പഠിച്ച് പാസ്സായില്ലേ? നീ മാത്രം എന്നെ ഈ കുടുംബത്തിൽ എങ്ങനെയായേ? ഇങ്ങനെ നടന്നാ പറ്റിയല്ല. കുറച്ചുകൂടെ ഉത്തരവാദിത്തം വേണം. ഞാൻ അങ്ങ് പോയേക്കും. അങ്ങോട്ട് പോയോ? മിസ്റ്റർ പെർഫെക്റ്റ്. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു പഠിപ്പിസ്റ്റ്. ഇവനെ കണ്ടുപിടിക്കുന്നതായിരിക്കും എല്ലാവരും പറയുന്നത്. എല്ലാവരും റോൾ മോഡലാക്കാൻ പറയുന്ന ഒരു പുള്ളി.
ഹലോ ഹലോ മുത്തേ. എത്ര നാളായി കണ്ടിട്ട് സുഖായിരിക്കുന്നു. നീ ഇപ്പൊ എന്താ ചെയ്യുന്ന? എനിക്കൊരു ബാങ്ക് കോച്ചിങ്ങിന്റെ കാര്യം ഞാൻ അന്ന് കണ്ടപ്പോ പറഞ്ഞിരുന്നില്ലേ, അതിന് കിട്ടിയായിരുന്നു. അടിപൊളി. ഇന്നിനി പോണ്ടാട്ടോ, ഇന്നിവിടെ ഇന്നോട് നിൽക്കാൻ പറ്റത്തില്ല. നാളെ ഞാനൊരു ഡിസ്റ്റന്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അതിന്റെ എന്താ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്യുന്നില്ല. 3-4 സപ്ലി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സപ്ലി ഉണ്ടല്ലേ, എനിക്കറിയാം. ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന്. പഠിക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ പറ്റിയത്. അത് സപ്ലി അടിച്ചത് അതുകൊണ്ടല്ലേ? അതുകൊണ്ടാണ് പറ്റിപ്പോയത്. സത്യമായിട്ട് എന്താണെന്നറിയാമോ, നമ്മൾ പഠിച്ച് പാസ്സായില്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടത്തില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒരാളുടെ മുന്നിൽ നമുക്കൊരു വില ഉണ്ടാവത്തില്ല. അതറിയോ? ജോലി കിട്ടിയില്ലെങ്കിൽ എന്നാ പെണ്ണ് കിട്ടില്ല. പെണ്ണ് കിട്ടിയില്ലെങ്കിൽ എന്നാ കല്യാണം നടക്കത്തില്ല. കല്യാണം നടന്നില്ല എന്നാ കുടുംബം ഉണ്ടാവില്ല. ആർക്കും ഒരു വിലയില്ലാണ്ട് ഒരു വെറുതെ ചിരിച്ച് മരിച്ച് ജീവിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പഠിച്ചില്ലേ ഉള്ളൂ, കുഴപ്പത്തൊക്കെയാണ്. പഠിക്കണം കേട്ടോ. പിന്നെ കാണാം കേട്ടോ. ശരി. ഇവരെക്കുറിച്ച് എന്തായാലും കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാലോ. ഓഹോ, ഇപ്പം ശരിയായി ചേരാം. ആൻറ്റി, എന്തായാലും വിശേഷം? സുഖമായിരിക്കുന്നോ? ആൻറ്റി ഒരു കാര്യം ഞാൻ പറഞ്ഞ ആരോടും പറയാൻ നിൽക്കല്ലേ കേട്ടോ. ആൻറ്റി വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ പറയണേ. ആൻറ്റി അവളെ തല്ലുപടി ഒന്നും ചെയ്യല്ല കേട്ടോ. അത് പിന്നെ ആൻറ്റി രാധികയുടെ DP ഒന്ന് എടുത്ത് നോക്കിയേ. ഒന്ന് എടുത്തു നോക്കി. ഞാൻ അന്നൊരു ചെറുക്കൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അവൻ തന്നെയാ DP. അവൾക്ക് എന്നാ ധൈര്യം ഉണ്ടായിട്ടാ, നമ്മൾ ഇത്രയും കുടുംബക്കാർ കാണുന്ന രീതിയിൽ DP ഇടുന്നെങ്കിലേ അവൾക്ക് എന്നാ ധൈര്യം ഉണ്ടായിട്ടല്ലേ. സംഭവം അവൾ എന്നെ അനിയത്തിയൊക്കെയാണ്. ഞാൻ അവളുടെ ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെ. ഇതുകൊണ്ട് എന്നെ പറയാം. പക്ഷേ ആൻറ്റി ഇത് ഓർത്ത് വിഷമിക്കുമല്ലോ. അവൾ എന്തെങ്കിലും ഇങ്ങനത്തെ കുരുട്ടത്തരം എന്തെങ്കിലും കാണിച്ചാൽ അവൾ ചിലപ്പോൾ ആ ചെറുക്കൻ്റെ കൊണ്ട് നാളെ എങ്ങാനും പോയി കഴിഞ്ഞാൽ അതൊരു ഇതല്ലേ, അപ്പോൾ നാണക്കേടല്ലേ കുടുംബത്തിന്. ഞാനത് ആരോടും പറയാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഞാൻ ആരോടും പറയുന്നില്ല. ആൻറ്റി പക്ഷേ അവളെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ. തല്ലൊന്നും ചെയ്യില്ല കേട്ടോ. തല്ലരുത് കേട്ടോ. ശരി കേട്ടോ. ശരി. ഇന്ന് അവൾക്ക് 4 കിട്ടും.